നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാപ്പ കേസ് പ്രതിയായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷയിൽ അനുകൂല തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥ അവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വിവാദ കുറിപ്പും തദ്ദേശ വകുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയുടെ ഉത്തരവിലെ അവധി അനുവദിക്കാം എന്ന ഭാഗമാണ് തിരുത്തിയത്. ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു കുറിപ്പ് തദ്ദേശ വകുപ്പ് റദ്ദാക്കിയിരിക്കുന്നത്. ചിത്ര പി അരുണിമയുടെ കുറിപ്പ് സർക്കാരിന് വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സസ്പെൻഷൻ. അവമതിപ്പുണ്ടാക്കിയ കുറിപ്പ് സർക്കാർ ഇപ്പോൾ തിരുത്തുകയും ചെയ്തു. ഇതൊരു കീഴ്വഴക്കമായി തുടരരുത്, അത്തരത്തിൽ തുടരാതിരിക്കാൻ കുറിപ്പ് തന്നെ റദ്ദാക്കിക്കൊണ്ട് പരോൾ അനുവദിക്കരുതെന്ന ഭാഗം നിലനിർത്തുകയും അവധി അനുവദിക്കാമെന്ന ഭാഗം നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത്. വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അനൌദ്യോഗിക കുറിപ്പ് മന്ത്രി അറിയാതെ ചിത്ര പി അരുണിമ നൽകുകയായിരുന്നു. അത് സർക്കാരിനും വകുപ്പിനും വലിയ രീതിയിലുള്ള അവമതിപ്പാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന സാഹചര്യം ഉണ്ടായി സർക്കാരിനെ സംബന്ധിച്ച്. ഈ ഒരു നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുകയും കുറിപ്പ് തിരുത്തുകയും ചെയ്തത്. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് ചിത്ര സുഗതന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. കാപ്പ പ്രകാരം തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ തക്കവണ്ണം ബന്ധപ്പെട്ട ഫയലിൽ ദുരുദ്ദേശത്തോടെ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തുകയും അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്തതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇതാണ് ചിത്രയുടെ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ കുറിപ്പും റദ്ദാക്കിയിരിക്കുന്നു. ചിത്രയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കാപ്പ നിയമപ്രകാരം കരിന്തൽ തടങ്കലിൽ കഴിയുകയാണ് BJP കൗൺസിലർ ആർ സുഗതൻ. അദ്ദേഹത്തിന് വഴിവിട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഔദ്യോഗിക ഫയലിൽ തിരിമറി നടത്തിയെന്ന ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ചിത്ര പി അരുണിമയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. പൊതുഭരണ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആർ സുഗതന് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനായി ബന്ധപ്പെട്ട ഫയലിൽ ദുരുദ്ദേശത്തോടെ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തിയതായി സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി എടുത്തത്. എക്സ്പോർട്ട് പരോൾ അനുവദിക്കാൻ നിയമപരമായി വ്യവസ്ഥയില്ലെന്ന കുറിപ്പുകൾ ഫയലിൽ നിലനിൽക്കെ വകുപ്പ് മന്ത്രി KM ഷാജി, സ്പെഷ്യൽ സെക്രട്ടറി ഷാനവാസ് എന്നിവരുടെ ഉത്തരവുകൾ മറികടന്നുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ ഫയലിൽ തിരുത്തലുകൾ നടത്തിയതെന്നാണ് ആരോപണം. ഇത് ഗുരുതരമായ ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും ഔദ്യോഗിക വീഴ്ചയുമാണെന്നും സർക്കാർ വിലയിരുത്തി. സർവീസിൽ നിന്ന് ഉടനടി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. 1960 KCS ചട്ടം 10A പ്രകാരം ഡോക്ടർ ചിത്ര പി അരുണിമയെ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ കാലയളവിൽ കേരള പോലീസ് ചട്ടങ്ങൾ പ്രകാരമുള്ള ജീവിത ഭത്തയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടായിരിക്കും. പൊതുഭരണ വകുപ്പ് സെക്രട്ടറി K ബിജു IAS ഗവർണറുടെ പേരിൽ പുറപ്പെടുവിച്ചതാണ് ഈ സസ്പെൻഷൻ ഉത്തരവ്. അതേസമയം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിച്ച ശേഷം അച്ചടക്ക നടപടി നേരിടുന്ന ആദ്യ ഉദ്യോഗസ്ഥയായി ചിത്ര അരുണിമ മാറി. രാഷ്ട്രീയ വടംവലി നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപടിക്രമം ലംഘിച്ച് ചിത്രയുടെ ഉത്തരവ് BJPക്ക് സഹായകരമായി മാറിയെന്ന് UDF ആരോപിച്ചിരുന്നു. കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ സുഗതന് അവധി നൽകാൻ വഴിയൊരുക്കിയത് ഇവരുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലെ UDF നിയമസഭാ കക്ഷി നേതാവ് KS ശബരിനാഥൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയെ കണ്ട് അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടായത്. എന്തായാലും നടപടി വന്നതിന് പിന്നാലെ KS ശബരിനാഥൻ പ്രതികരിച്ചിരുന്നു. ചട്ടവിരുദ്ധ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി മാതൃകാപരമാണ് എന്നായിരുന്നു KS ശബരിനാഥന്റെ പ്രതികരണം. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി അംഗീകരിക്കുന്നു. നിലവിൽ ഇവർ ഇറക്കിയിട്ടുള്ള സുഗതന് അനുകൂലമായ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. എന്താണ് അദ്ദേഹത്തിന്റെ വിമർശനം എന്ന് വിശദമായി നോക്കാം. ഭരണഘടനാ ശില്പികളെ അപഹരിക്കുന്ന ഭരണകൂട ധാർഷ്ട്യം, ഡോക്ടർ ചിത്രയുടെ സസ്പെൻഷൻ ഉയർത്തുന്ന ഗൗരവതരമായ ചോദ്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെയും നിയമവാഴ്ചയും കാറ്റിൽ പറത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമയ്ക്കെതിരെ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നടപടി കേരളത്തിന്റെ
ഭരണസിരാ കേന്ദ്രത്തിൽ അരങ്ങേറുന്ന ഏകാധിപത്യ പ്രവണതകളുടെ നേർക്കാഴ്ചയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 വിഭാവനം ചെയ്യുന്ന റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് കൃത്യമായ ഫയൽ പരിശോധന നടത്തുക മാത്രമാണ് ഒരു KAS ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ ചെയ്തത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാര വിഭജന തത്വങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു കൗൺസിലറെ അയോഗ്യനാക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണെന്നിരിക്കെ ആ അധികാര പരിധിയിൽ കയറി നിന്ന് മന്ത്രി ഫയലിൽ നിർദ്ദേശം എഴുതുന്നത് ഏത് സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 311 പ്രകാരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും പ്രതികാര നടപടികളിൽ നിന്നും സംരക്ഷണമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളപ്പോൾ സെക്രട്ടേറിയറ്റിൽ പതിവായി നടക്കുന്ന UO നോട്ട് കൈമാറ്റത്തെ കുറ്റകരമായി ചിത്രീകരിച്ച് ഒരു KAS ഓഫീസർക്കെതിരെ തിടുക്കപ്പെട്ട നടപടിയെടുത്തത് സ്വാഭാവിക നീതിയുടെ നഗ്നമായ നിഷേധമാണ്. സെക്രട്ടേറിയറ്റിൽ വലിയ സാമ്പത്തിക തിരിമറികളും കോഴക്കേസുകളും പ്രതികളായ എത്രയോ ഉദ്യോഗസ്ഥർ സുഖമായി സേവനം അനുഷ്ഠിക്കുമ്പോൾ KAS ചരിത്രത്തിൽ അഭിമാനകരമായ മാതൃകയായ ഒരു പെൺകുട്ടി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം സത്യസന്ധമായി നടത്തിയതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു എന്നത് ഭരണകൂടത്തിന്റെ സ്ത്രീ വിരുദ്ധതയും ഇരട്ടത്താപ്പുമാണ് വ്യക്തമാക്കുന്നത്. നാളെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് നിയമവിരുദ്ധമായ കാര്യം ആവശ്യപ്പെട്ടാൽ ഫയലിൽ സത്യം എഴുതാൻ ഏത് ഉദ്യോഗസ്ഥനാണ് ധൈര്യപ്പെടുകയെന്ന ഭയാനകമായ സന്ദേശമാണ് ഈ നടപടി താഴെ തട്ടിലേക്ക് നൽകുന്നത്. നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് കാര്യങ്ങൾ പരിശോധിച്ച മിടുക്കിയായ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ബലിയാടാക്കുന്ന ഈ നടപടി ജനാധിപത്യ കേരളം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കുകയോ ഈ നടപടി പൂർണ്ണമായി പിൻവലിക്കുകയോ ചെയ്യണം. കാരണം നിയമവാഴ്ച നിലനിൽക്കേണ്ട ഒരു സമൂഹത്തിൽ ഇത്തരം പകപോക്കലുകൾക്ക് ഒരിക്കലും സ്ഥാനമില്ല എന്നായിരുന്നു കുമ്മനം രാജശേഖരൻ വിമർശിച്ചത്. നമുക്കറിയാവുന്ന പോലെ തന്നെ സുഗതന്റെ അവധി അപേക്ഷ അത് ശക്തമായി എതിർക്കാൻ വേണ്ടി പ്രതിപക്ഷം ഇരുന്നപ്പോഴാണ് ഒരു കത്ത്, അതായത് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന കത്ത്, അത് മേയർ ചൂണ്ടിക്കാട്ടുന്നു, അവധി അപേക്ഷ അംഗീകരിക്കുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറി. പ്രത്യേകിച്ച് KS ശബരിനാഥൻ അന്ന് തന്നെ ഈ വിഷയത്തിൽ നിർണായകമായ പ്രതികരണം നടത്തിയതാണ്. ഒരു മുന്നറിയിപ്പ് പോലെയൊക്കെ അദ്ദേഹം നൽകിയതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടി ഒരു ഇടപെടലിലൂടെയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. എന്താണ് KS ശബരിനാഥൻ അന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ഒരു കുറിപ്പ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. തിരുവനന്തപുരം നഗരസഭ അധികാരമേറ്റ നാൾ മുതൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി UDF പ്രവർത്തിക്കുകയാണ്. വികസനത്തിനും മറ്റു പൊതുകാര്യങ്ങളും നഗരസഭയെ അനുകൂലിക്കുകയും എന്നാൽ ദിശ തെറ്റി അവർ സഞ്ചരിക്കുമ്പോൾ വിഷയങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടവുമായി ഞങ്ങൾ 20 കൗൺസിലർമാർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇന്നലെ കോർപ്പറേഷനിൽ വാഴോട്ടുകോണം കൗൺസിലറുടെ അവധിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ബഹുമാനപ്പെട്ട മേയർ വായിച്ചപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കൗൺസിൽ കഴിഞ്ഞ് നേരെ ആഭ്യന്തരമന്ത്രിയെ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. ഇത്രയും വിവാദമായ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് പോലും അറിയാതെ ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, സായിപ്പിനെ കണ്ടാൽ കവാത്തു മറക്കുന്നത് പോലെ നിയമത്തിന്റെ ലോജിക്കിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു ദുർബല ഉത്തരവ് ഇറക്കിയത്. ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ്? ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ അതൃപ്തി അറിയിച്ച ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സത്വര നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് ആശ്വാസത്തിന് വക നൽകുന്നു. എനിക്കറിയാൻ കഴിയുന്നത് ഈ ഫയലിലെ കരുതലിന്റെ ഉറവിടം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഭരണം മാറുമ്പോൾ ഉദ്യോഗസ്ഥർ ഭരണപക്ഷം പറയുന്നത് അക്ഷരം തെറ്റാതെ അതുപോലെ അനുസരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഭരണം മാറിയിട്ടും നിയമവിരുദ്ധമായി ഫയലിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും എഴുതി വയ്ക്കാമെന്ന ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ ഭരണ സംവിധാനം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ പാപഭാരം അനുഭവിക്കാൻ പോകുന്നത് പാർട്ടിയും മുന്നണിയുമാണ്. നേതാക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന തെറ്റുകൾക്കെതിരെ ഞങ്ങൾ UDF കൗൺസിലർമാരുടെ പോരാട്ടങ്ങൾ തുടരുമെന്നായിരുന്നു ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും വലിയ വിവാദമായ ഒരു സംഭവം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നു. എന്തായാലും ഈ ഒരു വിഷയം, ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ നടപടി, അതിന്മേൽ ഇനി എന്തൊക്കെ വിവാദങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ശക്തമാണ്. അതേസമയം ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത് തന്റെ നിർദ്ദേശങ്ങൾ മറികടന്നാണെന്ന് മന്ത്രി KM ഷാജിയും വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.